അല്ലാഹുവിന്റെ ദൂതരെ, എന്റെ മാതാവ് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാത്തവരാണ്. എന്നിരിക്കെ ഞാൻ അവരോട് കുടുംബബന്ധം ചേർക്കണമോ? അതെ, നീ അവരോട് കുടുംബബന്ധം ചേർക്കണം. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ചോദ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മറുപടിയും മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമയെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇവിടെ സന്നിഹിതരായ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനരെ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മാതാപിതാക്കളോടുള്ള കടമയെ കുറിച്ചാണ്. കേവലം ചർച്ച ചെയ്യാനുള്ള വിഷയം എന്നതിനപ്പുറം അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് മാതാപിതാക്കളോടാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ഖുർആനിന്റെ പ്രയോഗം വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കളെയോ അവരിൽ ഒരാളെയോ ലഭിച്ചിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കാത്തവൻ നിന്ദ്യനാവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞ ഉത്തരവാദിത്ത ബോധത്തിലേക്കാണ് വിരൽ ചൂടുന്നത്. അതായത് മാസം തോറും വലിയ സംഖ്യ അയച്ചു കൊടുത്ത് ബാധ്യത തീർക്കുകയല്ല, മറിച്ച് ഒരു കുഞ്ഞു മാതാവിന്റെ ഉദരത്തിൽ ഉണ്ടായതു മുതൽ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരോടൊപ്പം നിന്ന് മക്കൾക്ക് സേവനം ആവശ്യമുള്ള ഓരോ സമയത്തും ആത്മാർത്ഥമായി അത് നിർവഹിച്ചു. നൽകേണ്ട ഓരോ നിർദ്ദേശവും അതാത് സമയത്ത് നൽകി തണലായി നിന്ന് മക്കൾക്ക് വേണ്ടി പണിയെടുത്ത് ജീവിതം ക്ഷീണിച്ചവരാണവർ. തിരിച്ചു മാതാപിതാക്കൾക്ക് സേവനം ആവശ്യമാണെന്ന് മക്കൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ മക്കൾ തികഞ്ഞ ആരോഗ്യവാന്മാരാണ്. ആ സമയം കൂടെ നിർത്തി സ്നേഹത്തണലൊരുക്കാൻ മക്കൾക്ക് സാധിക്കണം. ചുരുക്കത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് എളിമയോടും കാരുണ്യത്തോടും പെരുമാറുക, മാതാപിതാക്കൾക്ക് ഇരു ലോകത്തും കൺകുളിർമയായി തീരുന്ന മക്കളാവുക എന്നതാണ് മക്കളുടെ കടമ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.